പുനലൂർ നഗരസഭ ജവഹർ ബാലകലാഭവന്റെ 13ാമത് വാർഷികോത്സവം ശനിയാഴ്ച സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ കുട്ടികളുടെ അരങ്ങേറ്റത്തോടെയാണ് വാർഷികോത്സവത്തിന് തുടക്കമായത്. സംഗീതം, വീണ, ഓർഗൻ തുടങ്ങി വിവിധ മേഖലകളിൽ നിരവധി കുട്ടികൾ അരങ്ങേറ്റം കുറിച്ചു. വാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു നിർവഹിച്ചു. സ്വാഭാവികമായിട്ടും ഒട്ടേറെ പരിമിതികളും പോരായ്മകളും എല്ലാം തന്നെ ബാലാരിഷ്ടതകളും എല്ലാം തന്നെ ഈ സ്ഥാപനത്തിലുണ്ട്. രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ജവഹർ ബാലഭവൻ. സ്വാഭാവികമായും സാംസ്കാരിക രംഗത്ത് ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് ദീർഘനാളായി പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഗ്രാന്റുകളും മറ്റും നൽകാറുണ്ട്. എന്നാൽ നമ്മുടെ പുനലൂർ മുനിസിപ്പൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 13 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഈ ബാലകലാഭവനിൽ സംസ്ഥാന സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ തന്നെ നാളിതുവരെ ഒരുവിധമായിട്ടുള്ള ഗ്രാന്റുകൾ ലഭിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ ഭാരവാഹികളും മുനിസിപ്പൽ ഭാരവാഹികളും അടിയന്തരമായി തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ബാലഭവൻ എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള അപേക്ഷയും മറ്റു കാര്യങ്ങളുമായി നഗരസഭാ ചെയർപേഴ്സൺ ഗ്രേസി ജോൺ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് AC ഷാജഹാൻ സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ SR ത്യാഗരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാലകലാഭവൻ കൺവീനർ മിനി മധുകുമാർ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ എബ്രഹാം ജോൺ, കൌൺസിലർ വത്സ JP ജോൺ, TV സീരിയൽ താരം രഞ്ജിത്ത്, സ്റ്റാർ സിംഗർ വിജയി രാജീവ് രാജശേഖർ, ഗായിക ചിമ്മു ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.